ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്ന് ഒരു മൂവിക്ക് പോകാൻ ഇറങ്ങുക. മതി നോക്കൂ. ഹലോ, ആരപ്പത്? ഞങ്ങൾ മൂവിക്ക് പോകണം. അതിനെ പറ്റി എന്തെങ്കിലും പറ. ഞാൻ ഇന്നത്തെ സെൽഫ് ഇൻട്രോ ഹൈഫന്റെ വകയാണ്. ഞാനായിട്ടൊന്നും പറയില്ല, ഇജ്ജ് പറ നോക്കട്ടെ. ഞാൻ എന്താ പറയാ, നല്ല അടിപൊളി മൂവിയാണെന്ന് തോന്നുന്നു, അറിയില്ല. ഞങ്ങൾ ശരി, സിനിമ കാണുന്നതിന് വേണ്ടി റിവ്യൂ പറയുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഹൈഫ. ഗായ്സ്, ഇന്നത്തെ പ്രത്യേകം എന്താ വെച്ചാൽ നമുക്കിവിടെ മലയാളം മൂവീസൊക്കെ കുറവാണ് വരല്. നമ്മൾ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു മലയാളം മൂവി കണ്ടു. ഇന്നിപ്പോൾ ലീവും ഉണ്ട്, അപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും മൂവി കണ്ടിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവാം. ജസ്റ്റ് ഞങ്ങളിതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നിപ്പോൾ ഞാനിതാ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പുറത്ത് തണുപ്പൊക്കെ ഉണ്ട് തോന്നുന്നു. സീന് മറ്റേ അറബിക് സ്റ്റൈൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും മൂവിക്ക് പോയിട്ട് വരാം. ബായ് അല്ല, ഹായ്, വെൽക്കം ടു അവർ ചാനൽ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി. ഇതിപ്പോൾ നോർത്ത് ആംപ്ടണിൽ 6 ഫീൽഡ് പറഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് തിയേറ്റർ ഉള്ളത്. നമ്മളിതാ കാണുന്ന ഒഡിയോ എന്ന് പറഞ്ഞ തിയേറ്ററിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. മലയാളം സിനിമ കാണാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ആയിട്ട് ഇവിടെ റഗ്ബി മാച്ചസ് നടക്കലുണ്ട്. അവിടെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ നോർത്ത് ആംപ്ടൺ ടീമിൻ്റെ മാച്ചസും കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. പിന്നെ ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങാൻ വിചാരിച്ചാണ്, പക്ഷേ സമ്മതിക്കുന്നില്ല. നല്ല തണുത്ത കാറ്റും ഇതും. സിനിമയുടെ ക്യാമറ പിടിച്ച് തണുത്ത് പറിച്ച് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഇങ്ങനെ നിൽക്കണം. കാണിച്ചു തരാം സിനിമൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം ഇട്ട് ഇറങ്ങിയ ആള്. പക്ഷെ എന്താ ചെയ്യുക, തണുപ്പ് കാരണം അല്ലേ കൈയൊക്കെ മരവിച്ചാകെ ഇതാ നിൽക്കണം. അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഉള്ളിൽ നമുക്ക് ഒരു കോസ്റ്റ് ഓഫിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമുക്ക് അതുപോലെ തന്നെ ഏകദേശം പോപ്കോൺസും കാര്യങ്ങളും അങ്ങനെ വാങ്ങി പോകാം. അതിൽ കുറേ സ്ക്രീൻസ് ഉണ്ട്. ഏകദേശം 8-9 സ്ക്രീൻസ് ഉണ്ട് തോന്നുന്നു. നമ്മളിന്ന് 7ാമത്തെ സ്ക്രീനിലാണ് ഉള്ളത്. നല്ല തണുപ്പ്. പിന്നെ അവിടെ മെഗ്ഡി എന്തായാലും സിനിമ തുടങ്ങാൻ ടൈം കൊടുക്കും. എന്താ അറിയില്ല, മെഗ്ഡി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഫുഡിൻ്റെ കണ്ടു കഴിഞ്ഞാലേ ചെറുതായിട്ട് ഇങ്ങനെ വിശക്കുക. സിനിമ തുടങ്ങാൻ 10-20 മിനിറ്റ് ഉണ്ട്. ഒരു മെഗ്ഡി അടിച്ചിട്ട് കയറിയ പോരാ. തണുത്തൊന്നും അറിയില്ല. കാറ്റൊന്നും മൈൻഡാക്കരുത്. നേരത്തെ വന്നിക്ക. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കും അരക്കെത്തണം പറഞ്ഞു കഴിഞ്ഞാൽ 3:15 എത്തണ ആളാ. അതെന്താ ഉണ്ടായി വെച്ചാലേ ട്രാഫിക് പ്രതീക്ഷ ഇറങ്ങിയതാണ്. നമുക്ക് മുന്നേ തീരെ ട്രാഫിക് ഒന്നും ഇല്ല. പെട്ടെന്ന് എത്തി. ഇതെല്ലാം എനിക്ക് ഓട്ടിക്കണം പറഞ്ഞു. ഇതെനിക്ക് ഓട്ടണം ഇൻഷാല്ലാ. യെസ്, അത് മറ്റേ ഫ്രണ്ട്സ് മൂവിത്തെ എനിക്കറിയില്ല. ഇന്ത്യയിലൊരു ബുക്ക് ഉണ്ടേനി ഫ്രണ്ട്സ് പറഞ്ഞു. അയിമുണ്ടേനി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സിനിമയ്ക്കുമല്ലോ. സമയം ഏകദേശം ആവാനായി. കുറച്ചും കൂടി ഉള്ള ഇവിടെ വന്നിട്ട് അന്ന് നമ്മളൊരു ഇംഗ്ലീഷ് പടത്തിനല്ലേ പോയത്? യെസ്, അവതാറില്ലേ. ഇനി കേറല്ലേ? സമയായിക്കണം. ഉള്ളിൽ കയറിയിട്ട് സിനിമ കണ്ടിട്ട് ബാക്കി നമുക്ക് അതിന് ശേഷം റെഡി ആക്കാം. ഓക്കെ, അത് കുടിച്ചേർക്കും ഫസ്റ്റ്, അല്ലേ അവിടുന്ന് പുറത്താക്കും. ഞങ്ങള് സിനിമയൊക്കെ കണ്ട് തിരിച്ചിറങ്ങി. അവിടുന്ന് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, നല്ല സിനിമ. കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മളൊരു മലയാളം പടം കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ത്രില്ലറും കാര്യങ്ങളും, ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അല്ലേ. എന്നാലും വീട്ടിൽ പോകല്ലേ? എന്തേ ശരി, എന്തായാലും സിനിമൻ്റെ ഒരു ആഗ്രഹമല്ലേ, നോക്കാം. രാത്രി 11 മണി കഴിഞ്ഞു. സിനിമയും കഴിഞ്ഞപ്പോൾ ഓൾക്ക് ഡെസേർട്ട് വേണത്രേ. ഇവിടെ ആണെങ്കിലോ 10 മണിക്ക് ശേഷം ഒരു കടയിൽ നിന്നും സാധനം കിട്ടില്ല. നമ്മൾ ടൗൺ സെൻറ്ററിലുള്ള നോർത്ത് ആംപ്ടണിലെ ഇവിടെ ആകെയുള്ളൊരു ഡെസേർട്ട് ഷോപ്പിന് കാസ്പാസ് പറഞ്ഞിട്ടാണ്. അവിടെ കിട്ടില്ല എന്ന് അറിയില്ല. ക്യാമറന്റെ ബാക്കിൽ നിന്ന് അവള് ചിരിക്കുക. കിട്ടില്ലെങ്കിൽ വേറെ കട തപ്പും. വേറെ കട അവിടെ ഇല്ല. മാക്സിമം 10-11 മണി അവിടെ എല്ലാം കൂട്ടും. ഈ ഒരു കട മാത്രം 12 വരെ ഉണ്ടാവുള്ളൂ. അത് ഉറപ്പൊന്നുമില്ല. വായ വേണ്ട.
ഓഫായിക്കോ. ഒറ്റക്ക് റോഡ് ക്രോസ് ചെയ്ത് പോവാ. ഇന്നൊന്ന് പിടിക്ക ആയില്ല. വണ്ടി വരുന്നുണ്ട്. അയ്യോ ടൗൺ സെന്ററിലൂടെ നടന്ന് 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 പോണ കടയിലെത്തി. എവിടെ കട? അവിടെയും ഓൾക്ക് ഭാഗ്യമില്ല, ആ കടയും ക്ലോസ്. ഇതാണ് ഇവിടുത്തെ ഫൈനലായിട്ടുള്ള ഷോപ്പ്. അപ്പോൾ എനിക്ക് ഇന്ന് ഭാഗ്യമില്ല. ഇനി നമുക്ക് വേറൊരു ദിവസം എനിക്ക് നല്ലൊരു ഡെസേർട്ട് ഞാൻ വാങ്ങിത്തരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ സിനോ? ഇത് 12 മണി വരെ ഉള്ളത്, പക്ഷെ എന്താ അറിയില്ല, ഒന്ന് ഈ ടൈമിൽ പോയി. തിരിച്ചു പോവാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങളുടെ മൂവി എല്ലാം കഴിഞ്ഞു. ഡെസേർട്ട് കഴിക്കാൻ പറഞ്ഞു, പക്ഷേ നടന്നില്ല. ആ വിഷമത്തിൽ സിനുവും പിന്നീട് ഒരിക്കൽ പോവാന്നുള്ളതിൽ ഞാനും. അപ്പോൾ എന്തായാലും ബായ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡെസേർട്ട് ഷോപ്പൊക്കെ കഴിഞ്ഞ് നൈസായിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചപ്പോൾ ഗൂഗിളിനോട് വളരെ നന്ദിയുണ്ട്. ഹൈഫയ്ക്ക് വേണ്ടിയിട്ട് ഡെസേർട്ട് ഷോപ്പൊക്കെ ഓപ്പൺ ആണെന്ന് കാണിച്ചു കൊടുത്തതിന് എണ്ണയും കൊണ്ട് വന്നു ഗൈസ് അടുത്തൊരു ഡെസേർട്ട് ഷോപ്പിലോട്ട്. എന്തായാലും ഇവിടെയും കൂടിയും പോയി നോക്കാം. ഇത് കണ്ടിട്ട് ഓപ്പണായ പോലെയൊക്കെ ഉണ്ട്. എന്നെ വെറുതെ വിടില്ല പറഞ്ഞിട്ടാണ്. എന്തായാലും കയറി ഓർഡർ ആക്കട്ടിനി. ഇറങ്ങുമ്പോൾ പിടിച്ചില്ല. ഇറങ്ങുമ്പോൾ പിടിച്ചെന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഓർഡർ ആക്കിയിട്ട് ആള് പറയാ 15 മിനിറ്റ് നിൽക്കണമെന്ന്. 15 മിനിറ്റിന് ഇവിടെ വെയിറ്റ് ചെയ്യണം. കടൻ്റെ ഉള്ളിൽ നിൽക്കുക, പിന്നെ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, ഡൈനിങ് ഇല്ല. ഒന്നാമത് രാത്രി കാലങ്ങളിൽ ഇവിടെ ഒന്നും ഫുഡൊന്നും അങ്ങനെ കിട്ടില്ല. അങ്ങനെ 1-2 ഷോപ്പുകൾ ഉണ്ടെങ്കിൽ ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടലൊക്കെ. സന്തോഷമായില്ലേ ഓൾക്ക്? അതിനിവിടെ വേറൊരു ടിസ്റ്റ് ഉണ്ട്. ഓൾക്ക് വേറൊരു ടിസ്റ്റ് കിട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി വാഫിൾ വേണമെന്ന്. ആ കടക്കാരൻ വന്നിട്ട് വാഫിളിൻ്റെ മെഷീൻ ബ്രോക്കായി പറഞ്ഞു. ആ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോൾ ഒന്നും കിട്ടില്ല അവരൊക്കെ കുക്കിയിടും. പിന്നെ തെയ്യങ്ങ പറഞ്ഞിട്ടാണ് സീനു ഒന്ന് വന്നിക്കണത് ഇവിടെ. എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് പോകുള്ളൂ കൊണ്ട് വന്നതാണ്. എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും മൂവിയൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. എൻജോയ്മെൻ്റ് ആയിരുന്നു, കുഴപ്പമില്ല. കുറച്ച് കാലത്തിന് ശേഷം മലയാളം മൂവി കണ്ടതിൽ സന്തോഷമൊക്കെ ഉണ്ട്. എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബായ്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്.